بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وصلي وسلم على خاتم رسول الله وعلى آله وصحبه ومن والاه. أما بعد، أعوذ بالله من الشيطان الرجيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ച വിഷയം നമ്മുടെ ദീനിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമാണ്, അഥവാ ആദർശപരമായ വിശ്വാസപരമായ കാര്യമാണ്. അതിൻ്റെ തുടക്കം കുറിച്ചത് അല്ലാഹു സുബ്ഹാനഹു തആല ദൂതന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ച കാലഘട്ടം മുതൽക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. അതെ, മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഇറങ്ങിയിടം മുതൽ ഭൂമിയിൽ ദശവർഷങ്ങൾ അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ, 1000ഓളം വർഷങ്ങൾ, അല്ലെങ്കിൽ അശറത്ത ഖുറൂൻ, എല്ലാവരും ജനങ്ങളാസകലം തൗഹീദിന്റെ മേലിലായിരുന്നു, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുന്നവരായിരുന്നു, ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിന് വേണ്ടി മാത്രം എല്ലാ ആരാധനകളുടെ ഇനങ്ങളും സമർപ്പിക്കുന്നവരുമായിരുന്നു. അങ്ങനെ അവര് ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹ, പ്രകൃതി മതത്തിന്റെ ഉടമകളായ ഈ മതം അള്ളാഹു ഇറക്കിയത് മനുഷ്യന്മാരുടെ പ്രകൃതിയോട് യോജിച്ച രൂപത്തിലുള്ളതായ മതമായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അവരിൽ യാതൊരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. അതേ ഫിത്രത്തിൽ തന്നെ, അതേ പ്രകൃതിയിൽ തന്നെ അവര് സൃഷ്ടികളാണ്. അവർക്കൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവായ യജമാനനായ നാഥനായ രാജാതിരാജനായ റബ്ബിനെ നാം ആരാധിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. അത് ഒഴിവാക്കാൻ പാടില്ലാത്ത ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയ വിഭാഗമായിരുന്നു ആദ്യത്തെ 10ഓളം നൂറ്റാണ്ടുകൾ, അല്ലെങ്കിൽ അശറത്ത് ഖുറൂൻ. അങ്ങനെ കാലം വിട്ടുകടന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിശാച് അവരെ പിടികൂടി. അങ്ങനെ പിശാച് ഇജ്താലത്തുഹുമുശ്ശയാത്തീൻ വസയ്യനത് ലഹുമുശ്ശിർക്ക്, പിശാച് അവരെ പിടികൂടുകയും അവർക്ക് ശിർക്കിനെ ഭംഗിയുള്ളതാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കാരണത്താൽ അവര് അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അത് മഹാനായ നൂഹ് നബി ഇസ്ലാമിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഏത് കാലഘട്ടത്തിലാണ് ശിർക്ക് ആരംഭിച്ചത് എന്നതിനെ കുറിച്ചും, ആദ്യമായിട്ട് ഈ ഫിത്രത്തിൽ നിന്നിട്ട്, ഈ പ്രകൃതി ചിന്താഗതിയിൽ നിന്നിട്ട്, ഈ പ്രകൃതി മതത്തിന്റെ ഉടമകളായ ആ സൃഷ്ടികൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിന്നിട്ട് വ്യതിയാനമുണ്ടായത് എവിടെ മുതൽക്കാണ് എന്നതിനെ കുറിച്ച് തഫ്സീറു തബരിയും അതുപോലെ തന്നെ താരീഖ് തബരിയും അങ്ങനെയുള്ളതായ ചരിത്ര ഗ്രന്ഥങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പല റിപ്പോർട്ടുകൾ പറയുന്നതായിട്ട് കാണാം. മിക്ക റിപ്പോർട്ടുകളെയും, അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളെയും നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ന്യൂനത കാണാൻ സാധിക്കുന്നതാണ്, അഥവാ ശേഷികേട് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഏറ്റവും സഹിയായി വന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന സൂറത്തു നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതായ ആ വിശദാംശമാണ് യഥാർത്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗം. അഥവാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ശിർക്ക് ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെന്നാണ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ തൊട്ട് പറയുന്ന ഭാഗമാണത്. നമുക്കറിയാം, ഇത്തരം കാര്യങ്ങൾ പോക്കറ്റ് എന്ന് പറയാൻ പറ്റുന്നതല്ലല്ലോ. ഇത് മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഗൈബായ കാര്യമാണ്, മറഞ്ഞ കാര്യമാണ്. നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടങ്ങളിലും അതിനു മുമ്പും ആദം അലി ഇസ്ലാമിന്റെയും നൂഹ് നബി ഇസ്ലാമിന്റെയും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കണം അത് നമുക്ക് അറിയിച്ചു തരേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നിയോഗിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ശിർക്ക് ആരംഭിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചതായ ഭാഗങ്ങളെ മഹാത്മാക്കളായ സഹാബാക്കൾ മനപ്പാടമിടുകയും അത് കാരണത്താൽ നമ്മിലേക്ക് ആ വിശദീകരണം സഹീഹുൽ ബുഖാരിയിൽ കൂടി എത്തുകയും ചെയ്തതായ യാഥാർത്ഥ്യം അത് നാം
സത്യം സത്യം പോലെ പഠിക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ജനങ്ങളിൽ നിന്നിട്ട് അങ്ങനെയുള്ള ആ വ്യതിയാനത്തിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി പണ്ഡിതന്മാരും പ്രബോധകന്മാരും എഴുത്തുകാരും അതുപോലെ ഇത്തരം കാര്യങ്ങൾ കൈയാളാൻ വേണ്ടി കാര്യകർത്തൃത്വം ഏറ്റെടുത്തവരാരുണ്ടോ അവരെല്ലാം ഗൗരവത്തോടു കൂടി ഗൗനിച്ചുകൊണ്ട് അത്തരം കാര്യത്തെ ശരിക്കും ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക അത് നമ്മുടെ ബാധ്യതയാണ്. അത് ഇന്ന് മക്ക ഇമാമ് വളരെ നല്ല ശൈലിയിൽ വളരെ വിശദമായ ശൈലിയിൽ ഉണർത്തിയതായി കാണാവുന്നതാണ്. അതെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, നൂഹ് നബി ഇസ്ലാമിന്റെ വിഭാഗത്തിനോട് നിങ്ങൾ ഈ ബിംബങ്ങളെ ആരാധിക്കരുത്, അല്ലെങ്കിൽ ഈ മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ നിങ്ങൾ പൂജിക്കരുത് എന്നൊക്കെ മഹാനായ നൂഹ് നബി ഇസ്ലാം പറഞ്ഞപ്പോൾ നൂഹ് നബി ഇസ്ലാമിനെ അവര് കല്ലെറിയുകയും പരിഹസിക്കുകയും ദ്രോഹിക്കുകയും മർദ്ദിക്കുകയും എന്തെല്ലാം രൂപത്തിൽ അവർക്ക് 1000-ഓളം വർഷങ്ങൾ 950 വർഷങ്ങൾ ദ്രോഹിക്കാനും മർദ്ദിക്കാനും സാധിച്ചുവോ ആ രൂപത്തിലെല്ലാം നൂഹ് നബി ഇസ്ലാമിനെ അവരുടെ കാലക്കാർ മർദ്ദിച്ച് അവരെ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്തതായ വാർത്ത സൂറത്ത് നൂഹ് എന്ന സൂറത്തിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശദീകരിക്കുന്നതായിട്ട് കാണാം. അവസാനം ഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ഭാഗം കാണാം. അഥവാ അവര് ആ നൂഹ് നബി ഇസ്ലാമിന്റെ ഖൗമ് അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ മഹാത്മാക്കൾ, അവർക്ക് മുമ്പ് നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കുറ്റം അവർ ചെയ്തതായ പാപം എന്തായിരുന്നു? മഹാത്മാക്കളിലൂടെ സാലിഹ്യങ്ങളിലൂടെ ഉണ്ടായതായ വ്യതിയാനമാണ്. എന്ന് പറഞ്ഞാൽ സാലിഹ്യങ്ങളായ മഹാത്മാക്കൾ വഫാത്തായപ്പോൾ മരണപ്പെട്ടപ്പോൾ നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച വിഭാഗം ആ മഹാത്മാക്കളെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും പിശാച് അവർക്ക് വഹി ഇട്ടത് അനുസരിച്ചിട്ട് എന്ന് തന്നെ ബുഖാരിയുടെ ഹദീസിൽ കാണാവുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്ന കാണാം, പിശാച് വഹിയിട്ടതനുസരിച്ചിട്ട് ആ പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ പിതാക്കൾ ഇവരെ ബഹുമാനിച്ചു ആദരിച്ചു എന്നത് കാരണത്താൽ അവരെ അവരുടെ പേരിൽ പ്രത്യേകം അൻസാബുകൾ അല്ലെങ്കിൽ പ്രത്യേക വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ കോലങ്ങൾ അവരുടെ പേരിൽ ഉണ്ടാക്കി വെക്കപ്പെടുകയും ആ കോലങ്ങളെ അവരുടെ മരണാനന്തരം അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ആ മരണപ്പെട്ട 5 പേരെ അള്ളാഹു പറഞ്ഞ വിഭാഗം ലാ തദറുന്ന ആലിഹതകും, നിങ്ങളുടെ ഇലാഹുകളെ ഒഴിവാക്കരുത്. ആരാണത്? ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. അപ്പോൾ ഈ 5 വിഭാഗം 5 വ്യക്തികൾ അവർ മഹാത്മാക്കളായിരുന്നു, സാലിഹ്യങ്ങളായിരുന്നു എന്നതാണ് ബുഖാരിയിൽ കാണുന്നത്. ആ സാലിഹ്യങ്ങളായ മഹാത്മാക്കളുടെ പേരിൽ അവരുടെ മജാലിസുകളിൽ അവരുടെ ഖബറിന്റെ പരിസരത്തിൽ എല്ലാം അവര് അൻസാബുകൾ ഉണ്ടാക്കിയിട്ട് അവകളെ പിൻകാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അതിനെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല. അത് സ്മരണ എന്ന പേരിൽ പിശാച് അതിനെ നിലനിർത്തി. അങ്ങനെ അവർക്ക് വഹിയിട്ട് കൊടുത്തു, അങ്ങനെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഫോട്ടോസുകൾ, ആ രൂപങ്ങൾ, ആ പ്രതിമകൾ എന്ന പേരിലായിരുന്നു ആദ്യം സ്ഥാപിക്കപ്പെട്ടത്. പിൻകാലഘട്ടം വന്നപ്പോൾ പിശാച് അവർക്ക് മറ്റൊരു വഹിയിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ മഹാത്മാക്കളെ അവര് വെറുതെയല്ല അതിന്റെ രൂപങ്ങൾ നമ്മുടെ പിതാക്കൾ ഉണ്ടാക്കി വെച്ചത്. നമ്മുടെ പിതാക്കൾ അവരെ ആരാധിക്കാറുണ്ടായിരുന്നു, അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവരിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരുടെ അടുക്കൽ അവരുടെ പേരിലുള്ളതായ പ്രതിമകളുടെ അടുക്കൽ, ആ കോലങ്ങളുടെ അടുക്കൽ, അവരുടെ ഖബറിന്റെ പരിസരങ്ങളിലും മറ്റും അവർ ചെല്ലാറുണ്ടായിരുന്നു എന്ന് വഹിയിട്ട് കൊടുത്തു. അതനുസരിച്ച് അവിടെ മുതലാണ് ആദ്യമായിട്ട് ശിർക്ക് ഉടലെടുക്കുന്നത്. അവിടെ മുതലാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി മുതൽ നബിമാരെ അയക്കാൻ ആരംഭിച്ചത്. അല്ലാഹു പറയുന്നു, കാനന്നാസു ഉമ്മതൻ വാഹിദ. ആദം മുതൽ ഈ നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടം വരെ, തഫ്സീറിന്റെ സഹായത്തോടു കൂടി കാലഘട്ടം വരെ ജീവിച്ചവർ ഒരു ഉമ്മത്തായിരുന്നു. അഥവാ ഒരു സമൂഹം. എങ്ങനെയാണ് ഒരു സമൂഹം? ആദർശത്തിൽ ഒരേ വിശ്വാസക്കാരായിരുന്നു, ആദർശത്തിൽ ഒരേ വിശ്വാസക്കാരായിരുന്നു. അതിൽ അവരിൽ വ്യതിയാനം വന്നിട്ടില്ല. വ്യതിയാനം വന്നത് എപ്പോഴായിരുന്നു? നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടം വന്നപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ച രൂപത്തിൽ വ്യതിയാനം ഉടലെടുത്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു നിയോഗിച്ചു അന്നബിയീന, നബിമാരെ, ദൂതന്മാരെ, മുബശ്ശിരീന വ മുൻദിരീൻ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത നൽകിയിട്ടും നരകത്തെ തൊട്ട് വാണി
വാണിംഗ് നൽകിയിട്ടും നബിമാരെ നിയോഗിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ മുതലാണ് പിന്നെ ശിർക്ക് ആരംഭിച്ചത്. അവിടെ മുതൽ അഥവാ മഹാത്മാക്കളുടെ പേരിൽ ശിർക്ക് ആരംഭിക്കുന്നു. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഖിയാമത്ത് നാൾ വരെ ആദമിന്റെ സന്തതികൾ മഹാത്മാക്കളെ അമിതമായി ബഹുമാനിക്കലിലൂടെ അമിതമായി ആദരിക്കലിലൂടെ ആണ് വിശ്വാസപരമായ ആദർശപരമായ വ്യതിയാനം പണ്ട് തന്നെ ഉണ്ടായിരുന്നത്, ശിർക്ക് ഉത്ഭവിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് വരേക്കും ഖിയാമത്ത് നാൾ വരേക്കും ആ സമ്പ്രദായം പിശാചാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ചിന്താഗതിയുടെ കടിഞ്ഞാണ് പിടിക്കുന്നത് പിശാചായത് കൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഇപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഖബറിന്റെ പേരിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിംബങ്ങളുടെയോ മറ്റോ പേരിൽ ആ മനുഷ്യന്മാരുടെ ബിംബങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തികളുടെയും മനുഷ്യന്മാരുടെയും മഹാത്മാക്കൾ എന്ന് അവർ മനസ്സിലാക്കുന്ന വിഭാഗത്തിന്റെയും പേരിലായിരുന്നുവല്ലോ ഉണ്ടാക്കപ്പെടാറുണ്ടായിരുന്നത്. അപ്പോൾ മഹാത്മാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്, മഹാത്മാക്കൾ വഴിയായിട്ടാണ് ശിർക്ക്. ഇവിടെ മഹാത്മാക്കളെ അമിതമായി ആദരിക്കലിലൂടെയാണ് ശിർക്ക് ആദ്യമായിട്ട് ഉത്ഭവിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം സഹിഹായ ഹദീസിൽ ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയം അലൈഹിസ്സലാമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ അവര് അഹ്ലു കിതാബികള് അമിതമായി ആദരിച്ചതുപോലെ അമിതമായി ബഹുമാനിച്ചതുപോലെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും അവർക്ക് അറക്കുകയും അവരെ അള്ളാഹുവിന്റെ ഒരു ഭാഗമായി കാണുകയും അവരെ അള്ളാഹുവിന്റെ കൂടെ ശിർക്ക് വെക്കുകയും ചെയ്യുക എന്ന ആ മഹാപാപം അവരിൽ ഉണ്ടായത് അമിതമായി ആദരിച്ചത് കൊണ്ടാണ്. അതുപോലെ എന്റെ ഉമ്മത്തുകളെ, നിങ്ങൾ എന്നെ അമിതമായി ആദരിക്കരുത്. എന്നെ നിങ്ങൾ ആദരിക്കുമ്പോൾ ഇന്നമാ അന അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം, ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ എന്ത് എന്നെ കുറിച്ച് പറഞ്ഞോളി, എന്ത് മദഹ് പറഞ്ഞോളി, എന്ത് പ്രത്യേകത പറഞ്ഞോളി, അതൊന്നും എന്ത് ചെയ്യരുത്, അതിർത്തി വിട്ട് കടക്കരുത്. അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ആ പ്രത്യേകതയിൽ നിന്നിട്ട് വിട്ട് കടക്കരുത്. അതേ സമയത്ത് റസൂലുഹു, അള്ളാഹുവിന്റെ ദൂതരും കൂടിയാണ്. അപ്പോൾ സാധാരണ മനുഷ്യനെന്ന് നാം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് മക്കയിലോ മദീനയിലോ ഉള്ള മിബറിന്റെ മീതയോ സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരോ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന ഏത് പണ്ഡിതന്മാരും ഒരിക്കലും എഴുതുകയോ പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല റസൂല് സാധാരണ മനുഷ്യനാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നമാ അന ബശറും മിഥ്ലുക്കും, നമ്മോട് തുല്യതയുള്ള മൂക്കുള്ള കണ്ണുള്ള കാലുള്ള കൈയുള്ള നമ്മ പോലെയുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? യുഹാ ഇലയ്യ, എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട് റസൂൽ പറയുന്നു, റസൂലിനോട് പറയാനെന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ റസൂലിന് വഹി ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യന്മാരിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ട വ്യക്തിയായി മാറി. വഹി വരുന്ന വ്യക്തിയാകുമ്പോൾ റസൂലുള്ളാഹിയോട് സ്പെഷ്യൽ പെരുമാറ്റം പെരുമാറണം. അവരോടുള്ളതായ സമീപനം മറ്റുള്ളവരോടുള്ളതായ സമീപനം പോലെ ആവാൻ പാടുള്ളതല്ല. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ പിന്തുടരണം, അവരെ അനുകരിക്കണം, അവരെ അനുസരിക്കണം, അവരെ സ്നേഹിക്കണം. അവരെ നമ്മുടെ സ്വശരീരത്തെക്കാൾ ഓരോരുത്തരും അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം സത്യവിശ്വാസികളോട് കടപ്പെട്ട വ്യക്തിയാണ് അവരുടെ ശരീരത്തെക്കാൾ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അത്രയും ബഹുമതിയും ബഹുമാനവും നൽകുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വെക്കുമ്പോൾ അടിമത്വം ഉൾക്കൊള്ളുന്നതായ ഒരു വ്യക്തിയെ ആദരിക്കുക എന്നല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന തത്വമാണ് ഇതിലൂടെ യഥാർത്ഥ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്നല്ലാതെ റസൂലുള്ളാഹിനെ അവഗണിക്കലല്ല, റസൂലുള്ളാഹിനെ തരം താഴ്ത്തലല്ല, അതൊരിക്കലും പാടുള്ളതല്ല. മറിച്ച് റസൂലുള്ളാഹിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ അള്ളാഹ് നിർത്തിയ സ്റ്റാൻഡേർഡിൽ നിർത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനപ്പുറം റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് കാട്ടിയതുപോലെ ആ ഈസ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും അവർക്ക് നേർച്ചയാക്കുകയും ചെയ്യുക എന്നതുപോലെയുള്ളതായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നാം കൈക്കൊള്ളുകയാണെങ്കിൽ നാം എന്ത് സംഭവിച്ചു? റസൂലുള്ളാഹി വിരോധിച്ചതായ ആ അപകടത്തിൽ നാം പെട്ടവരായി മാറി. അതിൽ പെടുമ്പോൾ റസൂലുള്ളാഹിനെ നാം അവഗണിച്ചു, ബഹുമാനിച്ചതല്ല. റസൂലുള്ളാഹിനെ നാം തരം താഴ്ത്തി ആദരിച്ചതല്ല. ഇത് നാം വളരെ ഗൗരവത്തോടു കൂടി ഗൗനിക്കേണ്ട ഭാഗമാണ്. അത് മക്ക ഇമാമ് ഇത് വളരെ നല്ല ശൈലിയിൽ, വളരെ സാഹിത്യ ശൈലിയിൽ ഇന്ന് ഇവിടുത്തെ ഹയ്യത്ത് കിബാറുൽ ഉലമാ അതിന്റെ ഒരു മെമ്പർ കൂടിയായ ഇന്ന് സംസാരിച്ചതായ ഡോക്ടർ അബ്ദുൽ അസീസ്
ബലീല എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വം ഇന്ന് വളരെ ആകർഷണീയമായ ശൈലിയിൽ തൗഹീദിനെ കുറിച്ച്, ആദർശത്തെ കുറിച്ച്, ഈ ആദർശത്തിന്റെ ചരിത്രം, തൗഹീദിന്റെ ചരിത്രം ആദ്യം മുതൽ എങ്ങനെ തുടങ്ങി വെച്ചു എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചതായിട്ട് കാണാം. അവസാനമായിട്ട് മഹാനായ നൂഹ് നബി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം നബിമാര് ധാരാളമായി ഇവിടെ വന്നുകൊണ്ടേ ഉണ്ടായിരുന്നു. അവരിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു, കൽപ്പന പാലിക്കാത്തവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചു. അള്ളാഹു ഖുർആൻ പറയുന്നത് പോലെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഞാൻ അവരുടെ വാർത്ത പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുണ്ട്. അങ്ങനെ നബിമാരുടെ കാലഘട്ടങ്ങൾ ധാരാളം വിട്ടുകടന്നു. പിന്നെ വരുന്ന മഹാനായ ഇമാമുൽ ഹുനഫ എന്ന പേരിൽ വിശേഷിക്കപ്പെടുന്ന മുഖ്ലിസീങ്ങളുടെ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഭാഗത്തിന്റെ നേതൃത്വം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച, ഹദീസിന്റെ ഭാഷയിൽ വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വരുന്നു. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് തുല്യതയില്ലാത്ത രൂപത്തിൽ സുബ്ഹാനല്ലാഹ് അവര് ഇവിടെ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമർപ്പണം നടത്തിയതായ ആ ശൈലിയെ കുറിച്ചൊക്കെ ഖുർആൻ നമുക്ക് പല സ്ഥലങ്ങളിൽ പല ശൈലികളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് എത്രയോ കാലം ചുട്ട് അവരെ കത്തിച്ച് പകുപ്പിച്ച് ചൂട് പിടിപ്പിച്ചതായ തീ കുണ്ടാരത്തിലേക്ക് അവരെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വലിച്ചെറിയപ്പെടുകയും ചെയ്തു. തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടി, തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി. ആ സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയും കൊണ്ട് വല്ല സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയും തൗഹീദ് പ്രകടമാവുകയും ചെയ്തു, അവിടെയും തവക്കുൽ പ്രകടമാവുകയും ചെയ്തു. അള്ളാഹുലേക്ക് ബലമേൽപ്പിക്കുക എന്ന ആ മഹാ തൗഹീദിന്റെ ഹൃദയഭാഗം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ ലോകം തുറിച്ചു കണ്ട രംഗമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അമ്മ ഇലൈക ഫല, നിങ്ങളിലേക്ക് ഒരാവശ്യം എനിക്കില്ല ജിബ്രീലേ, അമ്മ ഇലല്ലാഹ്, അള്ളാഹുലേക്കാണെങ്കിൽ ഹസ്ബി അല്ലാഹ്, അള്ളാഹു എനിക്ക് മതി, വനിഅമൽ വകീൽ, അള്ളാഹുവാണ് ബലമേൽപ്പിക്കാൻ അർഹപ്പെട്ടവനായ ഏറ്റവും നല്ല ആ മഹാശക്തി എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ ആ വിജയ പതാക പറപ്പിച്ചുകൊണ്ട് ആ തൗഹീദിന്റെ മർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചതായ ആ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പിന്തുടർച്ച കൈക്കൊള്ളാൻ അതിനുശേഷം വരുന്നതായ സാർവ ഉമ്മകളോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. വഖാലു കൂനു ഹൂദൻ ഔ നസാറാ തഹ്തദു, അവർ പറഞ്ഞു പോലോ നിങ്ങൾ ജൂതന്മാരായിക്കോളീൻ, ക്രിസ്ത്യാനികളായിക്കോളീൻ, എന്നാൽ നിങ്ങൾക്ക് സന്മാർഗികളാവാം. ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കുക മുഹമ്മദ് നബി, ബൽ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് മാത്രം തവക്കുലാക്കി ലോകത്തിന് മുമ്പിൽ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പാഠം പഠിപ്പിച്ചതായ ആ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ പിന്നിൽ നിങ്ങൾ അണിനിരക്കുക, അവരുടെ മില്ലത്തിൽ നിങ്ങൾ അണിനിരക്കുക. ഒമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ശിർക്ക് വെക്കുന്ന ആളായിരുന്നല്ല, ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നല്ല. അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിക്കുകയോ അവർക്ക് ആരാധനകളുടെ ഒരു ഇനങ്ങളും ബിംബങ്ങൾക്കാവട്ടെ, മഹാത്മാക്കളാവട്ടെ, മറ്റേത് വസ്തുക്കൾക്കാവട്ടെ, വ്യക്തികൾക്കാവട്ടെ അവർ നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല അള്ളാഹു മറ്റൊരിടത്ത് പറയുന്നു, മക്കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനി ആയിരുന്നില്ല, പിന്നെയോ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച, അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പണബോധത്തോടു കൂടി ജീവിച്ചതായ, ഇഖ്ലാസോടു കൂടി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതാണ് ഫിത്രത്തിന്റെ മതം. ആ ഫിത്രത്തിന്റെ മതത്തിലാണ് നാം എന്ന് ഓരോരുത്തരും രാവിലെ ആയി കഴിഞ്ഞാൽ പറയാൻ വേണ്ടി നമ്മുടെ കണ്ണിലുണ്ണിയായ, നമ്മുടെ നിശ്ചിത നേതാവായ, ഞാൻ സംസാരിക്കുന്ന ഈ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങളെല്ലാവരും എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും രാവിലെ പറയാറുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇത് രാവിലെ പ്രഭാതത്തിൽ ഓരോ സത്യവിശ്വാസി അവന് ഉറക്കത്തിൽ നിന്നിട്ട് ഉണർന്നു കഴിയുമ്പോൾ പറയേണ്ടതായ വാക്കുകളിൽ പെട്ടതായിട്ട് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച
ഭാഗമാണ്. ഞാൻ പ്രകൃതി മതത്തിന്റെ ഉടമയായിട്ട്, അഥവാ യാതൊരു നിലക്കുമുള്ള കളങ്കമില്ലാത്ത, ശിർക്കില്ലാത്ത, അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കാത്ത രൂപത്തിലുള്ള ആ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയായിക്കൊണ്ട് ഞാനിതാ പ്രഭാതത്തിൽ ഉണരുന്നു അള്ളാഹുവിന്റെ കലിമത്തുൽ ഇഖ്ലാസോടുകൂടിയും വഅലാ ദീനി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ദൂതരായ, ഞങ്ങളുടെ അനിശ്ചിതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സമർപ്പിച്ചതായ ആ ദീനിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയായി കൊണ്ടും വഅലാ മില്ലത്തി ഇബ്രാഹിം ഹനീഫ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചതായ ആ മഹാമില്ലത്ത്, ആ റൂട്ട്, ആ മഹാപാത, ആ പാതയിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയായി കൊണ്ട് ഹനീഫൻ, ആത്മാർത്ഥതയോടുകൂടി, ഒമാ കാന മിനൽ മുശ്രിക്കീൻ, മഹാനായ ഇബ്രാഹിം അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കുന്ന വ്യക്തിയായിരുന്നില്ല, അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയോ അർക്കുകയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽക്കാണ് അറവ് അള്ളാഹുവിന് മാത്രം എന്ന തത്വം ലോകത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മകൻ ആർക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ഉദ്ദേശം അവിടെ മുതൽ അള്ളാഹ്ക്ക് മാത്രം അറവ് ആരംഭിക്കണം എന്നതായതുകൊണ്ട് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അറക്കപ്പെടാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചതായ ഒരു ആടിനെ, ഒരു മൃഗത്തെ നാം അതിന് പകരം അള്ളാഹു ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം വിജയിച്ചപ്പോൾ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അന്നു മുതൽ മക്കയിൽ ഇന്ന് വരെ വരുന്നതായ ഹാജിമാർ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം അറവി എന്നത്. അത് മൊയ്തീൻ ശൈഖിന് ആവാൻ പാടില്ല, റിഫായി ശൈഖിന് ആവാൻ പാടില്ല, മമ്പർ തത്തങ്ങൾക്ക് ആവാൻ പാടില്ല, ഉള്ളാൾ തത്തങ്ങൾക്ക് ആവാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഏത് ജിന്നിനോ മനുഷ്യനോ മലക്കിനോ ആവാൻ പാടില്ല. ആ അറവ് അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കപ്പെട്ടതായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രം പ്രഖ്യാപിക്കപ്പെട്ടതായിരിക്കണം. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. എന്നല്ലാതെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലിയാൽ മാത്രം മതി എന്നതല്ല. അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചെല്ലുമ്പോൾ ആ ബിസ്മില്ല ചൊല്ലി അറക്കുന്നതായ സാധനം നേർച്ചയാക്കിയത് മൊയ്തീശേഖനാണെങ്കിൽ അത് ശിർക്കിന്റെ ഇനത്തിൽ പെട്ടുപോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എന്തുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിൽ മടക്കി പറഞ്ഞ ഭാഗം അറക്കുന്നത് അള്ളാഹുവിന് പ്രഖ്യാപിക്കപ്പെട്ടതായിരിക്കണം എന്നല്ലാതെ അള്ളാഹു അല്ലാത്ത ബിംബങ്ങൾക്കോ ജിന്നുകൾക്കോ മനുഷ്യന്മാർക്കോ ഔലിയാക്കന്മാർക്കോ സാലിഹ്യങ്ങൾക്കോ വസ്തുക്കൾക്കോ അൻസാബുകൾക്കോ അസ്ലാമുകൾക്കോ പ്രഖ്യാപിക്കപ്പെട്ടതാവാൻ പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമായ രൂപത്തിൽ ഖുർആൻ വിശദീകരിച്ചതും സുന്നത്ത് വിശദീകരിച്ചതുമായ ഭാഗമാണ്. അതെ, അങ്ങനെയുള്ളതായ ആ ഇഖ്ലാസോട് കൂടിയുള്ളതായ ജീവിതത്തിലേക്കായിരുന്നു ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ചത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, ലോകമാന്യത്തിന് വേണ്ടിയല്ല, ആരും കാണാൻ വേണ്ടിയല്ല, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, കുർസി പ്രേമത്തിന് വേണ്ടിയല്ല, മറ്റ് സംഘടനാ പ്രേമത്തിന് വേണ്ടിയല്ല, സംഘടന പൂജയ്ക്ക് വേണ്ടിയല്ല, അതൊന്നുമല്ല. ഇവിടെ ഈ തൗഹീദ് സ്ഥാപിക്കേണ്ടത്, ഈ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത്, ഈ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കേണ്ടത്, ഈ ആദർശം പ്രചരിപ്പിക്കേണ്ടത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രം 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 ആയിരിക്കണം എന്നതാണ് നമുക്ക് വിശുദ്ധ ഫുർഖാൻ അദീമിൽ സൂറത്തുൽ ബയ്യിന എന്ന സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുതുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഖയ്യിമായ മതം ഏതാണ്? അള്ളാഹുവിന് മാത്രമായിരിക്കണം, ഇഖ്ലാസോട് കൂടിയായിരിക്കണം, ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന വിഭാഗം ആ 5 വക്ത് നമസ്കാരം കൃത്യമായി സ്ഥാപിക്കുന്ന, സ്ത്രീകരിക്കുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ഇടവിടാതെ അള്ളാഹുവിന്റെ കൽപ്പന എന്നാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനയെ നബിമാരെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച ഈ കൽപ്പന, മാ ദുംതു ഹയ്യാ, എന്റെ ശരീരത്തിൽ റൂഹുള്ള കാലഘട്ടത്തോളം, എന്റെ ശരീരത്തിൽ ആത്മാവുള്ള കാലഘട്ടത്തോളം, എനിക്ക് ബോധമുള്ള കാലഘട്ടത്തോളം ഞാൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കണം. എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ? ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തെ സ്ഥിരീകരിക്കുവാനും സ്ഥാപിക്കുവാനും ആരാധനയിലൂടെ അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കുവാനും സുജൂദിലൂടെ റുകൂഇലൂടെ അത് അള്ളാഹുവിന്റെ മുമ്പിൽ നാം കാഴ്ചവെക്കുവാനുമുള്ളതായ ഒരു മഹാ ആരാധനയാണ്, ഒരു മഹാ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ
ആ നമസ്കാരം നാം നമസ്കരിക്കുന്ന വേളയിൽ നമ്മളോട് അള്ളാഹ് പറയാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പദത്തിൽപ്പെട്ടതാണ് എന്ത്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥനം നടത്തുക. അപ്പോൾ ഇവിടെ സഹായാർത്ഥനം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലൂടെ പഠിപ്പിച്ച തൗഹീദിന്റെ മഞ്ച പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹു മാത്രം ചെയ്യേണ്ട, അള്ളാഹുനോട് മാത്രം ചോദിക്കേണ്ട, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നാം ശിട്ടികളോട് ചോദിക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ മാത്രമാണ് ലോകം ആസകലം, എല്ലാ നന്മകളും എല്ലാ തിന്മകളും എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് അതിന്റെ കടിഞ്ഞാണം പിടിക്കുന്നവൻ. അതുകൊണ്ട് ആ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ റബ്ബായി ഇലാഹായി എണിച്ചുകൊണ്ട് ഉറപ്പാക്കിയും കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൃഢതയോടുകൂടി വിശ്വാസത്തോടുകൂടി അവൻ ആരാധിക്കുന്നതോടൊപ്പം അവനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നാം ചെയ്യുന്ന നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ അള്ളാഹുവിന് മാത്രം ലോകമാന്യമില്ലാതെ, സൃഷ്ടികളെ കാംക്ഷിക്കാതെ, സൃഷ്ടികളുടെ എന്തെങ്കിലും നന്മകൾ കാംക്ഷിക്കാതെ അള്ളാഹുവിന് മാത്രം മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത, പോരാത്തതിന് വയുഉത്തുസ് സക്കാത്ത, അള്ളാഹ് കൽപ്പിച്ച ആ കൽപ്പനയാകുന്ന നമ്മുടെ കൂടെയുള്ള സമ്പത്തിന് സക്കാത്തും കൊടുക്കണം. അതിലും നാം കൃത്രിമം വരുത്താൻ പാടുള്ളതല്ല, വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. എന്നാൽ ഇങ്ങനെയുള്ള ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന വിഭാഗം ആ രൂപത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അപ്പോഴാണ് ദീനുൽ ഖയ്യിമ എന്ന ചൊവ്വായ ദീനിൽ അവർ മെമ്പർഷിപ്പ് നേടിയവരായി മാറുകയുള്ളൂ, അതിൽ ഉൾക്കൊണ്ടവരായി മാറുകയുള്ളൂ, അതിൽ അഭിമാനം കൊള്ളാനുള്ളതായ അധികാരമുള്ളവരായി മാറുകയുള്ളൂ. അല്ലാതെ കണ്ടതും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിച്ച്, കണ്ടതിനും കേട്ടതിനും നേർച്ചയാക്കി, ഇഷ്ടമുള്ളവരെ ആരാധിച്ച്, ഇഷ്ടമുള്ളവരുടെ ഭാഗത്തിൽ നിന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച്, എന്നിട്ട് അള്ളാഹുവിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു ഞങ്ങളുടെ ആരാധ്യ വസ്തുവാണ്, അള്ളാഹു ഞങ്ങളുടെ ഇലാഹാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാൻ അത് പ്രഹസനമാണ്. അത് യഥാർത്ഥത്തിൽ തൗഹീദല്ല. അത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർ പറയാൻ പാടുള്ളതുമല്ല, പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. ഇതൊക്കെ ഉണർത്താൻ വേണ്ടിയാണ് നമസ്കാരത്തിൽ 17 തവണ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ പറയിപ്പിക്കും പോലെ ദൈനംദിനം രാവിലെ ഉണരുമ്പോൾ നമ്മെ കൊണ്ട് അല്ലാഹു റസൂൽ പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു, മില്ലത്തെ ഇബ്രാഹിമിന്റെ പേരിലായിരിക്കുകയാണ് എന്റെ ഉണർച്ച. ഞാൻ ഇസ്ലാമാകുന്ന മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയും കൊണ്ട് ഫിത്രത്തുൽ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ ഇതാ ഉണർന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മില്ലത്ത് ഇബ്രാഹിമിന്റെ കൂടെയാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഉണരണം. അപ്പോൾ ബോധമുണ്ടാകും, ഞാനിപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ബേക്കിലാണ്, ഞാനിപ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ബേക്കിലാണ്. അവർ 2 പേരുടെ വിവരിച്ച് കാണിച്ചു തന്ന, എഴുതി കാണിച്ചു തന്ന, പറഞ്ഞു തന്ന, വിശദീകരിച്ചു തന്ന ആ സത്യത്തിലാണ് ഞാനിപ്പോൾ. അവിടുന്ന് ഞാൻ വ്യതിചരിച്ചു പോകാൻ പാടുള്ളതല്ല എന്ന ബോധം അവന്റെ മുമ്പിൽ ഉണ്ടാകുന്നതാണ്. ഇത് വളരെ ഷോർട്ടായിട്ട് ഇന്ന് മക്ക ഇമാമ് വിശദീകരിച്ച ഭാഗമാണ്. അതേസമയത്ത് മദീന ഇമാമ് ഇന്ന് ഡോക്ടർ അഹമ്മദ് താലിബ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടിമ ഏത് സമയത്തും അവൻ ആവശ്യമുള്ള കാര്യങ്ങളില്ലാതെ കൈയിട നടക്കരുത്. അള്ളാഹു പറഞ്ഞതുപോലെ നിനക്ക് എൽമില്ലാത്ത, അറിവില്ലാത്ത, നീ കൈയിടൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൈയിടാൻ നിൽക്കരുത്. അപ്പോൾ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, മനുഷ്യൻ അവന്റെ ഇസ്ലാം നല്ല ഇസ്ലാമാണ്, നല്ല മുസ്ലിമാണ് എന്നതിലേക്കുള്ള തെളിവാണ് എന്ത്? അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാതിരിക്കുക. മനുഷ്യന്റെ വയസ്സ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ 60, 70, 50, 40 അവൻ അള്ളാഹ് നിർണയിച്ച വയസ്സുകൾ ഇവിടെ പെട്ടെന്ന് അവന്റെ മുമ്പിൽ കൂടി വിട്ടുകിടക്കുന്നു. പക്ഷേ ആ വിട്ടുകിടക്കുന്ന വയസ്സുകളിലൂടെ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ അവസാനം വിരലല്ല കൈ കടിക്കും, അവസാനം പ്രയാസപ്പെടും. അപ്പോൾ നാം നമ്മുടെ അമലുകളെ നല്ല അമലുകളാക്കി മാറ്റാൻ, സൽക്കർമ്മങ്ങളാക്കി മാറ്റാൻ, നജാത്ത് എന്ന മദീനയെ വിശേഷിപ്പിച്ച വിജയ പാന്താവിലേക്ക്, വിജയത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന, നമ്മെ തെളിച്ചു
ഒരുമിച്ച് കൊണ്ടുപോകുന്ന അമലുകളെ സെലക്ട് ചെയ്ത് അതിന് ജദുവലുണ്ടാക്കി അതിന് ടൈം ടേബിൾ ഉണ്ടാക്കി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാത്ത രൂപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ റസൂലുള്ളാഹി ഉണർത്തിയതുപോലെ നമുക്ക് ഫലപ്രദമാവൽ പ്രധാനപ്പെട്ട പ്രയാസമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ റക്അത്തുകളാണ്, നാം സുജൂദ് ചെയ്ത റുകൂഅ് ചെയ്ത അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ച നമസ്കാരങ്ങളാണ്, അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച സമർപ്പണങ്ങളാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്നാ എന്ന ആയത്ത് ഇന്ന് വിശദമായിട്ട് മദീന ഇമാം വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ആകാശങ്ങൾ, അതുപോലെ ആകാശത്തിലുള്ളതും ഭൂമിയും അതിലുള്ളതും ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു. എന്തിനാണ് ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഭൂമിയിൽ സൃഷ്ടിച്ചു വിട്ടത് വെറുതെയല്ല. അമൽ ചെയ്തവരിൽ നിന്നിട്ട് നല്ലത് ആര് ചെയ്തു, ആ നല്ലത് ചെയ്തവർക്ക് നല്ല പ്രതിഫലം നൽകാൻ, വടക്കാര് ചെയ്തു ആ വടക്ക് ചെയ്തവർക്ക് വടക്കിനുള്ള പ്രതിഫലം നൽകാൻ ആദ്യമായിട്ട് അല്ലാഹു വന്ദിച്ചത് ലിയജ്സിയല്ലദീന അസാഉ, തെറ്റ് ചെയ്തവർക്ക് പ്രതികാരം നൽകാൻ, ബിമാ അമിലു അവർ കാട്ടിക്കൂട്ടിയ ധിക്കാരത്തിന് പകരം, വയജ്സിയല്ലദീന അഹ്സനു നന്മ ചെയ്തവർക്ക് സൽക്കർമ്മം ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ, ബിൽ ഹുസ്ന നന്മ കൊണ്ട് നല്ലത് കൊണ്ട്, ഹുസ്ന കൊണ്ട് സ്വർഗം കൊണ്ട്. അല്ലദീന യജ്തനിബൂന ആരാണവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സ്വർഗ്ഗപ്പുള്ളിയാവാൻ പോകുന്നവർ ആരാണ്, അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം. വന്തോഷങ്ങൾ എന്തൊക്കെയുണ്ട് ഖുർആനും റസൂലും നമ്മോട് ഉണർത്തിയതായ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചെയ്യാൻ പാടില്ലാത്തതായ എന്തെല്ലാം വന്തോഷങ്ങളുണ്ട്. അള്ളാഹു നരകം കൊണ്ട് പേടിപ്പിച്ചറിയിച്ച, അല്ലെങ്കിൽ അള്ളാഹു ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞറിയിച്ച, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കൊണ്ട് പേടിപ്പിച്ചറിയിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ടവരാണ് എന്ന് വിശദീകരിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെല്ലാം വന്തോഷങ്ങളാണ്. ആ വന്തോഷങ്ങളെ വിട്ടുനിൽക്കുന്നവരാണ് വൽ ഫവാഹിഷ്. അപ്രകാരം തന്നെ ഫവാഹിഷുകളായ നീച കൃത്യമാകുന്ന വ്യഭിചാരം പോലത്തതായ പ്രവർത്തനങ്ങൾ അതും ഒഴിവാക്കി നിൽക്കുന്നവർ. ഇല്ലല്ലമം, പക്ഷേ ഹൃദയത്തിന്റെ അകത്ത് കറങ്ങുന്ന ചിന്തകളല്ല, ആ ചിന്തകൾക്ക് അള്ളാഹു ശിക്ഷ നൽകുന്നതല്ല, ആ ചിന്തകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ആ ചിന്തകൾ പ്രാവർത്തികമാകുമ്പോഴാണ് അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ശിക്ഷ നൽകുക. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ നാഥൻ വിശാലമായ രൂപത്തിൽ മാഫി ചെയ്യുന്നതായ ആ മാഫിന്റെ ഉടമയാണ്. അതെ, നാം റമദാൻ മാസത്തിൽ ചെല്ലുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹ് അഫുവാണ്, മാഫി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ റബ്ബുൽ ഇസ്സത്ത് ഹുവ അഅലമു ബിക്കും, അവൻ അറിയാം നിങ്ങളുടെ കാര്യം. ഇദ് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാതിക്കും, നിങ്ങളെ ഭൂമിയിൽ വെച്ചിട്ട് സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവന് കൃത്യമായിട്ട് വിവരമുണ്ട്. ഗർഭസ്ഥ ശിശുക്കളായിട്ട് നിങ്ങൾ ഉമ്മയുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നതായ കാലഘട്ടം മുതൽ നിങ്ങൾ മരണപ്പെടുന്നത് വരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുന്നത് വരെ നിങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന റബ്ബാണ് അവൻ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് അവൻ അറിയുന്നുണ്ട്. ആകാശഭൂമിയെ സൃഷ്ടിച്ച് നിങ്ങളെ അതിന്റെ താഴെ അഥവാ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വിട്ടു. എന്നിട്ട് ആകാശത്തിൽ കറങ്ങുന്ന സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കി ആരാധനകൾ അല്ലാഹുവിന് സമർപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. എന്നിട്ട് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾ ജീവിക്കും പോലെ ജീവിച്ചോളീൻ എന്ന തീരുമാനം അല്ല അള്ളാഹുവിൻ്റെത്. അള്ളാഹു നിങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിൽ അറിയുന്നവനാണ്. അവൻ നിങ്ങളുടെ ചലനങ്ങൾ, ആട്ടങ്ങൾ, ശ്വാസോച്ഛ്വാസങ്ങൾ എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. എന്തുകൊണ്ട്? നിങ്ങളെ ഉമ്മാന്റെ പള്ളയിൽ നിങ്ങളെ സൃഷ്ടിച്ചേടം മുതൽ നിങ്ങളുടെ ഭൂമിയിൽ വരികയും എന്നിട്ട് നിങ്ങളുടെ ജീവിക്കുകയും എന്നിട്ട് ഇവിടുന്ന് മരിക്കുകയും എന്നിട്ട് എന്റെ അടുക്കലേക്ക് വരികയും ചെയ്യുന്ന ഓരോ ഘട്ടങ്ങളെ അള്ളാഹു കൃത്യമായിട്ട് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, റിക്കാർഡാക്കപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ മലക്കുകളിലൂടെ. അതുകൊണ്ട് ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ ആരും പൊങ്ങച്ച പറയാൻ നിൽക്കേണ്ട, ആർക്കും അതിന് അധികാരവുമില്ല. എന്തു പൊങ്ങച്ചനുമാണ് നിങ്ങൾ പറയുക? നിങ്ങൾക്ക് ഒന്നും മിൽക്കാക്കാൻ പറ്റൂല. നിങ്ങളുടെ ശരീരത്തെ തന്നെ മിൽക്കാക്കാൻ നിങ്ങൾക്ക് കഴിവ് തന്നിട്ടില്ല. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം അള്ളാഹുവിന്റെ കയ്യിലാണ്. പിന്നെന്ത് വേണം? നിങ്ങൾ കുടിക്കുന്ന വെള്ളം അള്ളാഹുവിന്റെ കയ്യിലാണ്. നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം അള്ളാഹുവിന്റെ കയ്യിലാണ്. നിങ്ങളുടെ ആരോഗ്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ എന്ത് പൊങ്ങച്ചമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹുവ അഅലമു ബിമൻ ഇത്തഖാ,
അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരാണ് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ എന്നത് അള്ളാഹുവിന് കൃത്യമായി അറിയുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടുപോകുന്നില്ല. റസൂൽ പറയുന്നു, ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ മരിച്ചാൽ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, അവന്റെ സർവ്വ അമലുകളും മുറിഞ്ഞു പോയി. മരണപ്പെട്ട് കഴിഞ്ഞാൽ നിസ്കാരം നിന്നു, ഖുർആൻ പാരായണം നിന്നു, സക്കാത്ത് നിന്നു, നോമ്പ് നിന്നു, എന്തെല്ലാം നന്മകൾ അവൻ ചെയ്തു അതെല്ലാം സ്റ്റോപ്പായി. ആ മരിക്കുന്ന അവസാന നിമിഷം വരെ ഇവിടെ നീ ചെയ്ത ദിക്ർ, അവസാനം ഒരു ദിക്ർ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആ ദിക്ർ അവിടെ കുറിക്കപ്പെട്ട് കാണും. നീ എന്തെങ്കിലും തസ്ബീഹുകളോ തഹ്ലീലുകളോ ചെല്ലിയിട്ടുണ്ടെങ്കിൽ അത് കുറിക്കപ്പെട്ട് കാണും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്റെ ഒരു അമലുമില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴിച്ച്, സദഖത്തുൻ ജാരിയ ഔ ഇൽമുൻ യൻതഫിഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, നീ ജീവിച്ച കാലഘട്ടത്തിൽ ചെയ്തതായ ധർമ്മം, അത് വഖഫായിട്ട് നീ പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിലോ, വഖഫായിട്ട് നീ മദ്രസ കെട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിണർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ, എന്തെല്ലാം നീ ഇവിടെ നിന്റെ അമലുകളായിട്ട് നീ ജീവിച്ചപ്പോൾ ചെയ്ത അമലുകളായിട്ട് ശേഷിക്കുന്നു. അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം നിനക്ക് അത് ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നീ മരിക്കുമ്പോൾ നിന്റെ അമല് കട്ടായെങ്കിലും നിന്റെ അമല് തന്നെയാണ് ഈ കട്ടാവാതെ നിലനിൽക്കുന്നതായ ഈ സദഖത്തുൻ ജാരിയ. അതുപോലെ തന്നെ ഔ ഇൽമുൻ യൻതഫിഉ ബിഹി, നീ പഠിച്ച ഇൽമ, ഖുർആനിലൂടെ നീ പഠിച്ച നല്ല ഇൽമുകളിലൂടെ നീ പഠിച്ച ആ നല്ല നല്ല ഇൽമുകൾ, മാലൂമാത്തുകൾ, എന്തെങ്കിലും വളഞ്ഞു തിരിഞ്ഞ ഇൽമുകളല്ല, തോന്നിവാസങ്ങളല്ല, അനാചാരങ്ങളല്ല, ഭൗതികമായ ഇപ്പോൾ ഉടലെടുത്തതായ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ ഘടക വിരുദ്ധമായ ഇൽമുകളല്ല. അങ്ങനെ ഘടക വിരുദ്ധമായ ഇൽമുകൾ ധാരാളം ഇത് ലോകത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് ബുദ്ധിപൂജകന്മാരുടെ ഇൽമുകൾ, മൂന്നഫ്തുകാരുടെ ഇൽമുകൾ, അതിൽപ്പെട്ടതാണ് ഹദീസ് നിഷേധികളുടെ ഇൽമുകൾ, അതിൽപ്പെട്ടതാണ് നിരീശ്വരവാദികളുടെ ഇൽമുകൾ, നിർമ്മതവാദികളുടെ ഇൽമുകൾ, സത്യനിഷേധികളുടെ ഇൽമുകൾ, അതുപോലെ തന്നെ യുക്തിവാദികളുടെ ഇൽമുകൾ. അതെല്ലാം ഇൽമുകൾ തന്നെയാണ്. പക്ഷേ അതെന്തല്ല, ഫലപ്രദമാകുന്ന നല്ല ഇൽമുകളല്ല. അപ്പോൾ നല്ല ഇൽമു പഠിച്ചുകൊണ്ട്, പഠിക്കേണ്ടതുപോലെ പഠിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഫലപ്രദമാകുന്ന രൂപത്തിൽ ഇവിടെ പ്രസംഗിക്കുകയോ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ദർസ് നടത്തുകയോ ഇവിടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയോ അതിനെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന് പിന്നെയും കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം അത് അവന്റെ അമലാണ്, ആ മരിച്ചവന്റെ അമലാണ്. അപ്പോൾ മരിച്ചതിന് ശേഷവും അതിന്റെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ അവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ സാലിഹായ കുട്ടിയെ നീ ഇവിടെ നന്നായി സാലിഹാക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അമൽ തന്നെയാണ്. അതിന്റെ പ്രതിഫലം ആ കുട്ടി നിനക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രതിഫലം നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഇതെല്ലാം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതിന് ശേഷം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരുടെ അമലായിട്ട് കിട്ടുന്നതാണ് എന്ന് വിശദീകരിച്ചതായ ഭാഗമാണ്. അതെ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നെടും തൂണുകളാകുന്ന അതിന്റെ ഷഹാദത്ത് കലിമ പോലോത്ത, നമസ്കാരം പോലോത്ത, സക്കാത്ത് പോലോത്ത, നോമ്പ് പോലോത്ത, ഹജ്ജ് പോലോത്തതായ തൂണുകളിലൂടെ സ്ഥാപിക്കപ്പെട്ടതാണ്. ആ തൂണുകൾ അത് തകർന്നാൽ, തെരിപ്പണമായാൽ അത് അവരുടെ തലയുടെ മീതെ വീഴ്ന്നു പോകും. അള്ളാഹു പറഞ്ഞതുപോലെ ആ രൂപത്തിലായി പോകരുത്. ഫഖറ അലൈഹിമുസ് സഖഫു മിൻ ഫൗഖിഹിം വഅതാഹുമുൽ അദാബു മിൻ ഹൈതു ലാ യശ്ഉറൂൻ, അവരുടെ മച്ച് അവരുടെ തലപ്പത്തേക്ക് വീഴുകയും അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കാത്ത രൂപത്തിലായി പോകുന്നതുമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷകൾ വരുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള ശിക്ഷക്ക് അവകാശിയായി മാറിയതായ വിഭാഗത്തിലേക്ക് അള്ളാഹ് സൂചിപ്പിച്ച ആ ഇനത്തിൽ നാം പെട്ടുപോകാൻ പാടുള്ളതല്ല. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദർശത്തെ ആധാരമാക്കി ചെയ്യണം. ആദർശത്തെ ആധാരമാക്കി ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, വിതരപ്പെട്ട ധൂളിയാക്കി നമ്മുടെ അമലുകളെ പറപ്പിച്ചു കളയും. പരലോകത്തിൽ ഒരുപക്ഷെ ഇഹത്തിൽ നാം ചെയ്ത നന്മകൾക്ക് വല്ല പ്രതിഫലം ലഭിച്ചേക്കാം. പക്ഷെ പരലോകത്തിൽ ഇവിടെ ചെയ്ത നന്മകൾക്ക് വരെ ആദർശം ക്ലിയർ അല്ലെങ്കിൽ, അള്ളാഹുവിന് മാത്രം ആരാധന, അള്ളാഹുനോട് മാത്രം പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രം നേർച്ച, അള്ളാഹ്ക്ക് മാത്രം അറിവ്, അള്ളാഹുവിലേക്ക് മാത്രം തവക്കുലാക്കുക, പരമേൽപ്പിക്കുക, അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് ആരാധനയാകുന്ന മഹബത്ത്, സ്നേഹം സ്നേഹിക്കുക, ആരാധനയാകുന്ന ആ സമീപനം അള്ളാഹുവിന് സമർപ്പിക്കുക. അങ്ങനെ ജീവിക്കുന്നതായ ഏകദൈവ വിശ്വാസി മാത്രമാണ് രക്ഷപ്പെടുക. അല്ലാത്തവരുടെ അമലുകൾ ഹബ മൻസൂറായി, വിതരപ്പെട്ട ധൂളിയായി പറപ്പിക്കപ്പെടുന്നത്
എന്നതാണ്. അവസാനമായിട്ട് ഇന്ന് മദീന ഇമാം വളരെ നീട്ടിവലിച്ച് സംസാരിച്ച ഖുത്ബയാണ്. അതിൽ അവസാനമായിട്ട് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്ത് ഓതിയും കൊണ്ടാണ് സമാപിച്ചത്. അൽ അസ്ർ, ആ കാലത്തിനെ തന്നെയാണ് സത്യം. മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ 4 കാര്യമുള്ള ഇല്ലല്ലദീന ആമനു, എല്ലാ മനുഷ്യന്മാരും, ജിൻസുൽ ഇൻസാൻ, മനുഷ്യന്മാരുടെ വർഗം ആസകലം എന്താണ്? നഷ്ടത്തിലാണ്. ആരാണ് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ? 4 വിഭാഗം. ഇല്ലല്ലദീന ആമനു, അള്ളാഹുവിനെ കൊണ്ട് നാം ഇതുവരെ പറഞ്ഞ, ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞ, രണ്ടാമത്തെ ഖുതുബന്റെ മധ്യത്തിൽ പറഞ്ഞ ആ വിശ്വാസത്തെ, ആദർശത്തെ ശരിക്കും ക്ലിയർ ആക്കിയ സത്യവിശ്വാസി ഒഴിച്ച് വഅമിലുസ് സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ആ സത്യവിശ്വാസത്തെ ആധാരമാക്കി നമസ്കരിച്ച് നോമ്പ് പിടിച്ച് സക്കാത്ത് കൊടുത്ത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവരായ സജ്ജനങ്ങൾ ഒഴിച്ച്, സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴിച്ച്, പിന്നെയോ വതവാസൗ ബിൽ ഹഖ്, സത്യം ജനങ്ങൾക്ക് അങ്ങുമിങ്ങും നിർദ്ദേശങ്ങൾ നൽകി ജീവിച്ചവരും ഒഴിച്ച്. അപ്പോൾ പഠിച്ചാ പോരാ, പിന്നെയോ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി, അവർക്ക് ഉപദേശിക്കാൻ വേണ്ടി, അവർക്ക് ഗുണകാംക്ഷിയായി ജീവിക്കാൻ വേണ്ടി പാടുപെടണം. 4ാമത്തെ വ്യക്തി വതവാസൗ ബിസ് സബ്ർ, ഹഖ് കൊണ്ട് ജനങ്ങളിലേക്ക് സത്യത്തെ പ്രചരിപ്പിച്ച് ജീവിക്കുക. ആ സത്യത്തെ പ്രചരിപ്പിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് പോലെ ആ സകലം ആരെയാണ് നശിപ്പിക്കപ്പെടുന്നത്? ആരാണ് ഭീകരന്മാര്? മുസ്ലിങ്ങൾ. എന്തേ? മുസ്ലിങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ അതിനെ അവർ ഭീകരതയായി കാണും, അതിനെ അവര് വെറുക്കും, അതിനെ അവർ അറക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? യഥാർത്ഥ മുസ്ലിമായി സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ റസൂൽ പറഞ്ഞതുപോലെ നീ ശിർക്ക് ചെയ്തു പോകരുത്. നിന്റെ ജീവിതത്തിൽ നിന്നെ കരിക്കട്ടയാക്കപ്പെട്ടാൽ പോലും, നിന്നെ കരിക്കട്ടയായി നിന്നെ നശിപ്പിക്കപ്പെട്ടു പോയാലും നീ ശിർക്ക് ചെയ്തു പോകരുത്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരും. അവിടെ എന്ത് വേണ്ടി വരും? സത്യത്തിൽ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആക്ഷേപം വരും, ശകാരം വരും, ചീത്ത വരും, അവഗണിക്കപ്പെടും, നാട് കടത്തപ്പെടും. ഇതെല്ലാം സംഭവിച്ചേക്കാം. അപ്പോൾ എന്ത് വേണ്ടി വരും? ക്ഷമ കൈകൊള്ളേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് 4ാമത്തെ വകുപ്പായിട്ട് അള്ളാഹ് പറയുന്നത് വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൈകൊള്ളുകയും ചെയ്യും. ക്ഷമ അങ്ങുമിങ്ങും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയും കൊണ്ട് ക്ഷമയിൽ ജീവിക്കുന്നവരായി മാറുകയും ചെയ്യും. ഈ രൂപത്തിൽ ജീവിക്കുന്നവരിൽ അള്ളാഹു, ഈ 4 ഷർത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത സഹോദരന്മാരുടെ പ്രശ്നങ്ങളെ അള്ളാഹു, പ്രയാസങ്ങളെ ദൂരപ്പെടുത്തട്ടെ. അവരിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ ശരിയാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ വീട്ടട്ടെ. അവരിൽ നിന്നിട്ട് എന്തെല്ലാം അവർക്ക് പറയാനുണ്ടായിരിക്കും അതെല്ലാം അവർ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അപ്രകാരം തന്നെ നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ കോവിഡ് യുഗത്തോടെ റമദാൻ മാസം വരുന്നതിന് മുമ്പ് വിടവാങ്ങി മക്ക ഹറമിലും മദീന ഹറമിലും ലോകത്തിലുള്ള സർവ്വ പള്ളികളിലും മുസ്ലിങ്ങൾക്ക് മടങ്ങുവാനും എന്നിട്ട് ഖിയാമുൽ ലൈൽ നടത്തുവാനും തറാവീഹുകൾ നിസ്കരിക്കുവാനും നോമ്പ് അനുഷ്ഠിക്കുവാനും ഉള്ളതായ എല്ലാ നല്ല സുന്ദരമായ ചുറ്റുപാടിനെ അള്ളാഹു നമ്മിലേക്ക് മടക്കിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് എല്ലാവർക്കും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.